നമ്മൾ അടിമത്തം കാണിച്ച് ഉറച്ചാലിച്ച് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് ഈ തക്ബീറുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലുത്. ഒരു സൃഷ്ടിയുടെ മുമ്പിലും അഭിമാനം പണയപ്പെടുത്താൻ പാടില്ല. ഒരു സൃഷ്ടിയുടെ മുമ്പിലും ആദർശത്തിന് കുറിച്ചുവിടാൻ പാടില്ല. ഒരു സൃഷ്ടിയുടെ മുമ്പിലും വിശ്വാസത്തിന് വെള്ളം ചേർക്കാൻ പാടില്ല. ഏറ്റവും വലിയ പാതകമതാണ് നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആദർശം ഇറക്കി വെക്കുക എന്നുള്ളതാണ്. ആദർശം നമുക്ക് നാണക്കേടായിട്ട് തോന്നുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ അത് ഏറ്റവും വലിയ പാതകമാണെന്ന് ഈ തക്ബീറിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന വിശ്വാസികളുടെ ഈ മന്ത്രോച്ചാരണം ഇതാണ് അടിത്തറ. ഈ വിശ്വാസത്തിന്റെ അടിത്തറ ഇതാണ്. ദീനിന്റെ ആണിക്കല്ല് ഇതാണ്. ഈ ദീനിന്റെ ജീവനാടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തക്ബീറിന്റെ പേരിലാണ്, ഈ തക്ബീർ പറഞ്ഞതിന്റെ പേരിലാണ് പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റസൂൽ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നത്. ഈ മന്ത്രോച്ചാരണം ചെയ്യുന്നതിന്റെ പേരിലാണ് സ്വഹാബത്ത് തങ്ങൾ കളിച്ചു വളർന്ന് ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് അബിസീനിയയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കും ഹിജ്റ പോകേണ്ടി വന്നത്. ഈ മന്ത്രോച്ചാരണത്തിന്റെ പേരിലാണ് ഇബ്രാഹിം നബിയെ ആദർ എന്ന പിതാവ് ഓടി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊല്ലെന്ന് ഭയപ്പെടുത്തിയത്. ഈ തക്ബീറിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്. ഈ തക്ബീറിന്റെ പേരിലാണ് ഉഹദ് ഉണ്ടായത്. ഈ തക്ബീറിന്റെ പേരിലാണ് ഖന്തഖ് ഉണ്ടായത്. ഈ തക്ബീർ ചൊല്ലിയതിന്റെ പേരിലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തിയത്. അതുകൊണ്ട് ഇതാണ് അടിത്തറ, ഇതാണ് അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചങ്ങലയിൽ ബന്ധസ്ഥനാക്കപ്പെട്ടിരുന്ന പിശാചും തന്റെ സൈന്യങ്ങളും ആർത്തിരമ്പി വരുന്ന ഒരു ദിവസമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. നമ്മൾ നിർത്തിവെച്ചിരുന്ന പല തിന്മകളും ഓർമ്മപ്പെടുത്താൻ അവനും അവന്റെ പരിവാരങ്ങളും സന്നദ്ധരായി കടന്നു വരുന്ന ഒരു സന്ദർഭമാണിത്. എന്നാൽ നമസ്കാരം കഴിഞ്ഞ് പള്ളി വിട്ടിറങ്ങുമ്പോ അവൻ പലരെയും പിടികൊടുക്കുമെന്നുള്ളതാണ്. മറന്നുപോയ പലതും ഓർമ്മപ്പെടുത്തുമെന്നുള്ളതാണ്. മറന്നുപോയ പല വഴികളും ഓർമ്മപ്പെടുത്തും. അവനെ പള്ളിയിൽ നിന്ന് വാതിലിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താന്റെ സൈന്യവും സജ്ജമാണെന്ന് മനസ്സിലാക്കുക. പള്ളിയിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഈ ദിനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാൽ ഇനി അടുത്തതെന്താണ് പാണെന്ന് ചിന്തിക്കുകയാൽ പ്രിയമുള്ളവരെ, ഈദിന്റെ 30 ദിനരാത്രങ്ങളിലെ ചൈതന്യം കൊണ്ടുകളയാൻ, അതിനെ കളഞ്ഞു കുളിക്കാൻ, അതിനെ തകർത്ത് കളയാൻ വേണ്ടി പിശാചിന്റെ സൈന്യം ഇങ്ങനെ വന്നു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഉറപ്പോടുകൂടി നൂൽ നോറ്റ ശേഷം ഒരു വസ്ത്രം ഇങ്ങനെ രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുത്തിട്ട് വസ്ത്രം ഇങ്ങനെ തുന്നിയിട്ട് അവസാനം പ്രദോഷത്തിൽ ആ വസ്ത്രത്തിന്റെ ആ നൂലുകൾ പല ഇടകളായി പിരിച്ചു കളഞ്ഞിട്ട് ആ വസ്ത്രം അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത് എന്ന് പറയുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് നാരായണത്തെ ഭ്രാന്തന്റെ കഥ. കണ്ടുകെട്ടിക്കൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് മരുഭൂമിയിൽ കൊണ്ടുവച്ചിട്ട് താഴേക്ക് ഊരിട്ട് വിട്ടതിന് ശേഷം പൊട്ടിച്ചിരിച്ച് കൈകൊട്ടിയിട്ട് പൊട്ടിച്ചിരിക്കുന്ന നാരായണത്തെ ഭ്രാന്തന്റെ അവസ്ഥ. അതുപോലെ നമ്മൾ ആകരുത് എന്നതാണ്. അതുകൊണ്ട് ഈദ് എന്നാൽ മടക്കം എന്നതാണ്. ഏതിലേക്കാണ് മടക്കം? കഴിഞ്ഞ 11 മാസങ്ങളിലേക്ക് വഴികളിലേക്കുള്ള മടക്കമല്ല, പള്ളികളിൽ നിന്ന് ബാധകളിലേക്കുള്ള മടക്കമല്ല, പള്ളികളിൽ നിന്ന് തിയേറ്ററുകളിലേക്കുള്ള മടക്കമല്ല. പ്രിയമുള്ളവരെ, ആത്മീയതയിൽ നിന്ന് പൈശാചികതയിലേക്കുള്ള മടക്കമല്ല, നന്മകളിൽ നിന്ന് തിന്മകളിലേക്കുള്ള മടക്കമല്ല. ഇനിയുള്ള 11 മാസക്കാലം ഇതിൽ നിന്ന് ആർജിച്ചെടുത്ത ചൈതന്യവുമായി ഇതിന്റെ പ്രകാശവും പ്രഭയുമായി ഇനിയുള്ള 11 മാസക്കാലം പുതിയൊരു ജീവിതത്തിലേക്കുള്ള മടക്കമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ അടിത്തറയിൽ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. കാരണം ഇവിടെ ഈ മുസല്ലയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളാരും കൈവച്ചകൾ കേൾക്കത്തില്ല എന്നതാണ്. യുദ്ധവിമാനങ്ങളുടെ തുണകൽപ്പിക്കുന്ന ശബ്ദം നമ്മളെ അലോസരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന് കൂടുതലായി ശുക്ർ ചെല്ലണം. ഇന്ന് നമ്മളിവിടെ ഈദ് ആഘോഷിക്കുമ്പോൾ, ഇവിടെ ഈദ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഈ പള്ളിയുടെ അകത്തളത്തിൽ വന്നിരിക്കുമ്പോൾ, ഈ സുദിനത്തിൽ നമ്മൾ കാതൊന്ന് കൂർപ്പിച്ചാൽ ഒരുപാട് പേരുടെ നൊമ്പരങ്ങളുടെ ശബ്ദങ്ങൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ആകാശത്തിൻ്റെതായ ഭൂമിക്ക് പോലെ എല്ലാം നഷ്ടപ്പെട്ട് സമൂഹം, ഗസയുടെ സമുദായം, നമ്മുടെ മക്കൾ, ആ സമുദായം ഒന്നുമില്ലാതെ നിങ്ങൾ നിൽക്കുകയാണ്.
അവർക്കും പെരുന്നാൾ ആഘോഷിക്കണമെന്നുണ്ട്, ഇതുപോലെ പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്നുണ്ട്. പക്ഷേ ഇതുപോലെ ശീതീകരിച്ച മസ്ജിദുകൾ അവർക്കില്ല എന്നുള്ളതാണ്. പലർക്കും കെട്ടിപ്പിടിച്ച് ഈദിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കണമെന്നുണ്ട്, ഷേക്കാൻ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ പല പിഞ്ചു മക്കൾക്കും കൈകളില്ല എന്നുള്ളതാണ്. പലർക്കും ഈ ഈദിന്റെ ദിനത്തിൽ നമസ്കാരം കഴിച്ചവരുടെ കഴിഞ്ഞിട്ട് അവരുടെ ഭവനങ്ങളിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അവർക്ക് ഭവനമില്ല എന്നുള്ളതാണ്. പലർക്കും ബന്ധുക്കളെ സന്ദർശിക്കണം, ബന്ധുമിത്രാദികളെ കാണണം എന്നുണ്ട്. പക്ഷേ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഭവനങ്ങളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെ പോലെ ഈ സുദിനത്തിൽ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ചിട്ട്, ഈദിന്റെ സുദിനത്തിൽ കെട്ടിപ്പിടിച്ച് ചുടചുംബനങ്ങൾ മേടിച്ച് മാതാപിതാക്കളുടെ വാത്സല്യങ്ങൾ മതി ഒരുപോളൊന്നു വേണമെന്നുണ്ട്. പക്ഷേ അവരുടെ പലരുടെയും മാതാപിതാക്കൾ ഇന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇനി നാം സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലേക്ക് നമ്മൾ വന്നാലോ, തുല്യതയില്ലാത്ത കൊടുംക്രൂരതയുടെ താണ്ഡവമാതയാണ് വർഗീയവാദികൾ, വർഗീയ കോമരങ്ങൾ. ഇന്ത്യയിൽ വർഗീയത താണ്ഡവമാടുകയാണ്. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള യുപിയിലെ ലക്നൗ എന്ന് പറയുന്ന ലക്നൗ സ്വദേശി ഉനൈസ് എന്ന് പറയുന്ന കുട്ടി തന്റെ സുഹൃത്തിന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്താണ് 13 വയസ്സുള്ള കുട്ടിയെ ഈ റമദാനിലാണ് പ്രിയമുള്ളവരെ വളരെ ക്രൂരമായി വെടിവെച്ച് കൊന്നത്. അതങ്ങനെ നമുക്ക് മറക്കാനാകും ഈദിന്റെ ദിനത്തിൽ. ഹരിയാന സ്വദേശിയായ 28 വയസ്സുകാരൻ ആമിർ രാജസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ തടഞ്ഞു നിർത്തിയിട്ട് പശുക്കളൊക്കെ ആരോപിച്ചിട്ട് വളരെ ക്രൂരമായി വെടിവെച്ച് കൊന്നത് ഈ റമദാനിലാണ് പ്രിയമുള്ളവരെ. ബീഹാർ സ്വദേശി 65 വയസ്സുള്ള റോഷൻ ഖാത്തൂൻ എന്ന് പറയുന്ന വയോധിക തന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ ആ ഗ്രാമീണനായ തലവനെ സമീപിക്കുമ്പോൾ ആ വയോധികയെ, റോഷൻ ഖാത്തൂൻ എന്ന് പറയുന്ന നോമ്പ് നോട്ട വയോധിക, ആ മുസ്ലിമായ വയോധികയെ കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചിട്ട് ഗോമൂത്രം കുടിപ്പിച്ച് അതുപോലെ തന്നെ കല്ല് കുടിപ്പിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊന്നത് ഈ കഴിഞ്ഞ രാത്രികളിലാണ് പ്രിയമുള്ളവരെ. അബ്ദുസലാം എന്ന് പറയുന്ന 65-കാരൻ ബീഹാർ സ്വദേശിയായ ഒരു മനുഷ്യൻ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു കൊന്നു കളഞ്ഞത് നമ്മുടെ ഈ സമാധാനം എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഈ ഇന്ത്യയിലാണ് നടന്നത്. ഈദിന്റെ ദിനത്തിൽ നമ്മൾ അതിനെ മറക്കാൻ കഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മർദ്ദിതരെ നിങ്ങൾ മറന്നുപോകരുത്. ഈ ഈദിന്റെ സുദിനത്തിൽ സന്തോഷം പങ്കിടുമ്പോഴും അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നാടുകളിൽ പോലും ഇങ്ങനെ കൊടുംക്രൂരതയോടെ കുഞ്ഞുമക്കളെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോ, കുഞ്ഞുമക്കളെ കൊടുംക്രൂരതയോടെ കൊന്നെടുക്കുമ്പോ, അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്നവരുണ്ടാകുമ്പോ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ പ്രതിരോധത്തിന്റെ കോട്ട തീർക്കാൻ നിങ്ങൾക്ക് എന്തേ കഴിയാത്തതെന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നമ്മളെ വേട്ടയാടുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവരെ ഓർക്കാതെ നമുക്ക് ഈദ് കടന്നു പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ ഈദ് അവർക്ക് വേണ്ടി നമ്മൾ സമ്മാനിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്ക് ഒരു ഇടം നൽകുകയാണ് ഈ ഈദിലൂടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈദ് ദിനത്തിൽ നമസ്കാരം കഴിഞ്ഞാലുടൻ ഇൻഷാ അല്ലാഹ് ഖുത്ബയുണ്ടാകും. ആ ഖുത്ബ കൂടി സശ്രദ്ധം ശ്രവിച്ചതിന് ശേഷം മാത്രമേ, അതുകൂടി കേട്ടാൽ മാത്രമേ ഈദ് പരിപൂർണമാകൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാത്തിഹ ഓതി നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദുആ ഉണ്ട്, അതിൽ കൂടി എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്ന് वरना ഒരുപാട് आसाम से बंगाल से यूपी से दिल्ली से हमारे यहाँ आए हुए तमाम मेहमान हज़रात को हम अपने दिल के गहराइयों से मुबारकबाद और ईद मुबारक पेश करते हैं। हम सब अल्लाह के बंदे हैं, मरने से पहले अल्लाह को राज़ी करना हमारी जिम्मेदारी है। ईद का ये दिन हमें मोहब्बत वाले जाए और हमदर्दी का सबब पैदा है। ये दिन खुशियाँ बढ़ने और एक दूसरे का काम आने